ഇന്ന് നമ്മൾ വൈറ്റമിൻ സി സിറം ആണ് നോക്കാൻ പോകുന്നത്. വൈറ്റമിൻ സി സിറം 100% നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. സന്തോഷമായില്ലേ? കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് ഇതുപോലെയുള്ള എന്താ പറയുക സിറമൊക്കെ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ സിറം മേടിക്കാൻ അറിയില്ല, നല്ല പ്രൊഡക്റ്റ് അറിയില്ല. അപ്പോൾ നിങ്ങളിനി മേടിച്ച് പൈസയൊന്നും കളയണ്ട. നല്ല പ്രൊഡക്റ്റ് ഏതാണെന്ന് അന്വേഷിച്ച് വിഷമിക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞിരുന്ന രീതിയിൽ ഈ സിറം ഒന്ന് തയ്യാറാക്കുക. ഇത് ഡെയിലി അപ്ലൈ ചെയ്യുക. നമ്മളുടെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് നോക്കാം. വെൽക്കം ബാക്ക് ടു നെറ്റ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈറ്റമിൻ സി എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ തന്നെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയാറുണ്ട്. സോ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റികത മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന ഫുഡിൽ കൊളോജിൻ്റെ അളവ് മാക്സിമം കൂട്ടുക, പ്രോട്ടീൻ നല്ല രീതിയിൽ എടുക്കുക, കാർബ് മാക്സിമം കുറയ്ക്കുക. ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോട്ടീൻ നിർബന്ധമായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. കാരണം നമ്മളുടെ സ്കിന്നിനും ഹെയറിനും നമുക്ക് പ്രോട്ടീൻ നിർബന്ധമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നാലും ഞാൻ വീണ്ടും പറയുവാണ്, കൊളോജിൻ മസ്റ്റാണ്. ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ കൊളോജിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞ് വരും. അപ്പോൾ നമ്മളുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടും. അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡ്രൈനെസ്സും റിങ്കിൾസും നമുക്ക് വരും സ്കിന്നിന്. സോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഏജ് ഫീൽ ചെയ്യും. അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ കൊളോജിൻ നമുക്ക് വേണം. അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ സി പോലത്തെ വൈറ്റമിൻ സി സിറം ഇതൊക്കെ നമുക്ക് ചെയ്യാമെങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് ഡയറ്റ് പ്രോപ്പറാക്കുക, നമ്മൾ എടുക്കുന്ന ഫുഡിൽ കൊളോജിൻ്റെ അളവ് എടുക്കുക, അതുപോലെ സപ്ലിമെൻ്റായിട്ട് കൊളോജിൻ പൗഡറൊക്കെ എടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്തു വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര റിസൾട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്യണം മാത്രമല്ല റിസൾട്ട്, അകത്ത് കൊടുക്കുന്നതും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കൊളോജിൻ നമ്മൾ ഇന്ന് വൈറ്റമിൻ സി സിറമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഞാൻ ഇതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പാക്കുകളും അതുപോലെ ഒരുപാട് സിറം പിഗ്മെൻറ്റേഷനും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജസ് എനിക്ക് പേഴ്സണലായിട്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്ത് അത് ചെയ്ത് റിസൾട്ട് ഭയങ്കരമായിട്ട് റിസൾട്ടാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ പറയുന്ന എല്ലാം തന്നെ അത്രയും നിങ്ങൾക്ക് 100% ഞാൻ ഗ്യാരൻറ്റിയോടുകൂടി പറയുകയാണ് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ എന്താ പറയുക ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ഹെയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ. ഒരു കെമിക്കലും ഇല്ല, ഒന്നും തന്നെ ഇല്ല, ഒരു രീതിയിൽ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ടായിരിക്കും. ഇപ്പോൾ ഇന്നും ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വൈറ്റമിൻ സി സിറമാണ്. ഇതിനകത്ത് ഒരു രീതിയിലെ കെമിക്കലോ ഒന്നും തന്നെ ഇല്ല. സിറം നല്ല ബ്രാൻഡ് ഏതാണെന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് ഈ സിറം തന്നെ നിങ്ങൾക്ക് നൈറ്റിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രമാത്രം ഞാൻ പറയുകയാണോ, ഞാൻ അത്രയേ ഉള്ളെന്നാണ് പറയുന്നത്. അത്രയും റിസൾട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും റിസൾട്ടാണ്. സോ എന്താ പറയുക, അതിൽ റിസൾട്ട് ഒരുപാട് പേർ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിന് ഒരുപാട് നന്ദി. കാരണം നമ്മളിലൂടെ ഒരു റിസൾട്ട് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളത് അതുപോലെ തന്നെ ചെയ്യുന്നു. അപ്പോൾ നമ്മളത്രയും വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ചെയ്യുന്നു, അതിൽ ഒരുപാട് റിസൾട്ട് എന്ന് പറയുമ്പോൾ അതിലുപരി സന്തോഷം നമുക്ക് വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ചെയ്യാം. ഒരു രീതിയിലുള്ള പ്രശ്നമൊന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഓറഞ്ച് പീൽ പൗഡർ, അതായത് ഓറഞ്ചിൻ്റെ പൊടിയെടുക്കുക. നമ്മൾ ഉണക്കി പൊടിച്ച് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഓറഞ്ച് പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതിൻ്റെ ബാഗ്സും കാര്യങ്ങളെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് വൃത്തിയായിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക, വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് പൊടിച്ചെടുക്കുക, നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആയുർവേദിക് ഷോപ്സിലെല്ലാം തന്നെ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് എന്താ പറയുക, ഓറഞ്ച് പൊടി നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതും അങ്ങനെ വേണമെങ്കിലും മേടിക്കാവുന്നതാണ്. പക്ഷേ നല്ലത് നോക്കി മേടിക്കുക. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടെറസിൻ്റെ മേളിലൊക്കെ നല്ല വൃത്തിയായിട്ട്, പൊടിയൊന്നും അതിലേക്ക് പറ്റരുത് കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ വെച്ച് ഉണക്കി ഇതാക്കുമ്പോൾ ഈ മണ്ണും പൊടിയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതില്ല എന്ന് ഉറപ്പ് വരുത്തി ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അത് പൊടിച്ചെടുത്തിട്ട് നമുക്കത് ഒരു സ്പൂൺ മതി, നമുക്ക് ഫേസിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുക്കുക കേട്ടോ. അതിലേക്ക് ഒരു 100 ml റോസ് വാട്ടർ എടുക്കാം. റോസ് വാട്ടറിലേക്ക് നമുക്ക് ഈ ഒരു സ്പൂൺ നമുക്ക് നമ്മളുടെ ഓറഞ്ചിൻ്റെ പൊടി, അതായത് ഓറഞ്ച് പീൽ പൗഡർ
അതായത് ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചത് കേട്ടോ, ഞാൻ അറിയാത്തവർക്ക് ഞാൻ വീണ്ടും എടുത്ത് പറയണം. ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച തൊലി, അതല്ലെങ്കിൽ ഉണക്കി പൊടിച്ച് നമുക്ക് ഷോപ്പിൽ ആയുർവേദിക് ഷോപ്പിൽ മേടിക്കാനൊക്കെ കിട്ടുന്നതാണ്. സോ അങ്ങനെയൊക്കെ മേടിക്കാം. അപ്പോൾ അത് നമ്മൾ 100 ml റോസ് വാട്ടറിൽ നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് വരിക. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ നമ്മളുടെ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് 3-4 പമ്പ്, നമ്മൾ മറ്റേ ഇതിനകത്ത് ബോട്ടിലിനകത്താണെങ്കിൽ പമ്പ് ചെയ്ത് കൊടുക്കുക, ഒരു 3-4 ഇത്. അപ്പോൾ ഏകദേശം ഒരു 1/2 മുതൽ 1 സ്പൂൺ വരെയും വരും. അപ്പോൾ അത് ചെറിയ ടീസ്പൂണിന് 1 സ്പൂൺ എടുക്കുക കേട്ടോ. അപ്പോൾ അത് എടുക്കുക. ദെൻ അതിലേക്ക് നമ്മൾ 3-4 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ, സ്കിൻ ഭയങ്കര ഓയിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഗ്ലിസറിൻ എടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലാക്സീഡ് ജെൽ എടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഫ്ലാക്സീഡ് ഓർ നമുക്ക് അലോവേറയുടെ ജെല്ല് കുറച്ച് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. ഇത് മാത്രമാണ് നമുക്ക് നിർബന്ധമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലത്തെ സിറം ആദ്യം ഞാൻ പറഞ്ഞു തന്നല്ലോ, ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളത് പറഞ്ഞു. നമ്മൾ എന്ത് ഉപയോഗിക്കുമ്പോഴും ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കി ഇത് മാത്രം ചെയ്തത് കൊണ്ട് നമുക്ക് റിസൾട്ടല്ല. ഇതിൻ്റെ കൂടെ പ്രോപ്പർ സ്കിൻ കെയർ വേണം, ക്ലെൻസ് ചെയ്യണം, ടോണർ യൂസ് ചെയ്യണം, മോയ്സ്ചർ ചെയ്യണം, ഇതെല്ലാം വേണം. ഇതില്ലാതെ ഒന്നും തന്നെ ഇല്ല, മനസ്സിലായോ? അപ്പോൾ അത് നിർബന്ധമായിട്ടും ഞാനിപ്പം നമ്മൾ ഒരുപാട് പേരെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഞാൻ പല ആൾക്കാരെ സംസാരിക്കുമ്പോൾ 1-2 മാസമൊക്കെ കഴിഞ്ഞ ആൾക്കാരുടെയൊക്കെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം പല ഡോക്ടേഴ്സിനെ പോയി കണ്ടിട്ടും നമ്മളുടെ അടുത്ത് വന്നിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം സ്കിന്നൊക്കെ അത്രയും ഗ്ലോ ആയിട്ടുണ്ട്. കാരണം അതിൻ്റെ കൂടെ ഇതുപോലെ നമുക്ക് ഹോം കെയറും ചെയ്തു പോകുമ്പോഴാണ് നമുക്ക് റിസൾട്ട്. സ്കിൻ കെയർ എന്നുള്ള സംഭവം ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. ഞാൻ വീണ്ടും എടുത്ത് പറയണം, പ്രോപ്പറായിട്ട് ക്ലെൻസ് ചെയ്യണം, ടോണർ യൂസ് ചെയ്യണം, മോയ്സ്ചറൈസർ വേണം, നൈറ്റ് കെയർ വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ നമുക്കൊരു ക്ലിയർ സ്കിൻ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ 40 വയസ്സ് കഴിയുമ്പോൾ സ്കിന്നിൽ ഉറപ്പിൽ ഞാൻ പറയുകയാണ്, അത് എല്ലാവരും ഒന്നും ചെയ്യാത്ത ആൾക്കാർ ശ്രദ്ധിച്ചറിയാൻ പറ്റും. സ്കിന്നിന് ഉറപ്പായിട്ടും ഡ്രൈനെസ്സും പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് എല്ലാം വന്നിട്ടുണ്ടാവും. അത് പതിയെ നമുക്ക് കാണാൻ തുടങ്ങും. 45 കഴിയുമ്പോൾ കുറച്ചും കൂടെ അത് വിസിബിൾ ആവും. ഒരു 48-49 ആകുമ്പോഴേക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പുറത്തറിയുന്ന രീതിയിലോ. 50 വയസ്സ് കഴിയുമ്പോൾ നല്ലപോലെ പുറത്ത് പിഗ്മെൻറ്റേഷൻ എല്ലാം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് പോയിട്ട് നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മേടിക്കുക. ഡോക്ടേഴ്സിനെ കണ്ട് ഞാൻ ഒത്തിരി ആൾക്കാരെ കാണുന്നുണ്ട്. എല്ലാ ആൾക്കാരും ഡോക്ടേഴ്സിനെ കണ്ടു, പക്ഷേ ഇത്ര വർഷമായി ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണാൻ നമുക്ക് ഈ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പ്രോപ്പർ സ്കിൻ കെയർ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരും. 3 മാസത്തെ എൻ്റെ ഗൈഡൻസ് ഉണ്ട്. അതിൽ നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നമുണ്ട് അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലസ് നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങളെ ശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്കിൻ നോക്കി കൺസൾട്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് എന്ത് പ്രൊഡക്റ്റ്, കാരണം മിക്ക ആൾക്കാർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളുടെ സ്കിന്ന്, നിങ്ങൾക്ക് എത്ര ഏജ് ഉണ്ട്, അപ്പോൾ ആ ഏജിനനുസരിച്ചിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീനായിരിക്കും. അതിനിപ്പോൾ 60 ആയാലും ശരി 70 ആയാലും നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പ്രോപ്പർ എന്താണ് വേണ്ടത്, ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതെല്ലാം പറഞ്ഞു തന്നുകൊണ്ട് ഒരു ക്ലിയർ സ്കിൻ, ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്ത് സ്കിന്നിനെ ഹെൽത്തി ആക്കിക്കൊണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു മാജിക് പോലെ ഉള്ള ഒരു ക്രീമോ കാര്യങ്ങളോ കെമിക്കൽ ക്രീംസോ ഒന്നും തന്നെ ഇല്ല. ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അത്രമാത്രം ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. 100% നിങ്ങളുടെ സ്കിന്നിന് അത്രയും റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണം, നിങ്ങൾക്ക് അറിയില്ല എന്താണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, അതിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 മാസത്തെ ഗൈഡൻസിന് 5000 റുപ്പീസ് എനിക്ക് ഫീസ് ഉണ്ട്, അതും കൂടി ഓർക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആക്കണം. ഒരുപാട് പൈസ നമ്മൾ പ്രൊഡക്റ്റിന് കളയുന്നുണ്ട്, അതുപോലെ ഡോക്ടേഴ്സിന് കളയുന്നുണ്ട്, പല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ കാണുന്നതൊക്കെ നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് കറക്റ്റ് എന്ത് വേണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും.
അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ വൈറ്റമിൻ സി സിറം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തതിന് ശേഷം ടോണർ യൂസ് ചെയ്യുക. ടോണർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്ത് ടോണർ യൂസ് ചെയ്ത് ഒരു 30 സെക്കൻഡിന് ശേഷമാണ് നമ്മൾ ഇത് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞ്, അതായത് നമ്മൾ സ്കിന്നിലേക്ക് ഇതൊന്ന് അബ്സോർവായി ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിനൊരു റിസൾട്ട് വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ ഒരു ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും റിസൾട്ടില്ല. മസ്റ്റായിട്ട് ക്ലെൻസ് ചെയ്യണം, ടോണർ യൂസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുമ്പോൾ ബെറ്റർ ആയിരിക്കും. അപ്പോൾ വൈറ്റമിൻ സി സിറം അറിയാത്തവർക്കോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റാത്തവർക്ക് ഈ സിറം ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഇനി അതല്ല പ്രോപ്പർ വൈറ്റമിൻ സി ഒക്കെ വേറെ സ്കിൻ കെയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇടയ്ക്ക് ഒരു ഡേ ടൈമിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷെ കുറച്ചുകൂടി റിസൾട്ട് കൂടുതൽ നൈറ്റ് നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ്. ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്ത സൂപ്പറായിട്ടുള്ള റിസൾട്ടായിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ദെൻ പറയേണ്ട ആവശ്യമില്ല, ഇഷ്ടപ്പെടുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കും, മടിക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.